ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് ശരിക്കും കൂട്ടവിരമിക്കലിൻ്റെ വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള ഒഫീഷ്യൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്. ഇപ്പോഴത്തെ രോഹിത് ശർമ്മയ്ക്ക് പുറമെ ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചും വിരമിക്കൽ വാർത്തകൾ പുറത്ത് വന്നിരിക്കുകയാണ്. അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന ഇംഗ്ലണ്ട് പരമ്പര ഇന്ത്യക്ക് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് സീരീസ് തന്നെയാണ്. സോ അതിന് മുൻപായിട്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ പടിയിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് പിന്നാലെ ഇന്ത്യയുടെ മുൻനിര ബാറ്ററും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഏറ്റവും അഭിഭാജ്യ ഘടകമായിട്ടുള്ള വിരാട് കോഹ്ലിയെ സംബന്ധിച്ചും ഇപ്പോൾ വിരമിക്കലിൻ്റെ വാർത്തകൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുമ്പ് ലോങ് ഫോർമാറ്റിൽ നിന്ന് വിരാട് കോഹ്ലി റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അത് അദ്ദേഹം BCCI ഒഫീഷ്യലായി തന്നെ അറിയിക്കുകയുമെന്നാൽ തൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കോഹ്ലിയോട് BCCI ആവശ്യപ്പെട്ടതായിട്ടാണ് നിലവിൽ ഇന്ത്യൻ എക്സ്പ്രസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്. സോ അതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയും തൻ്റെ ഒരു വിരമിക്കൽ തീരുമാനം BCCI അറിയിച്ചെന്നാൽ തൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിരാട് കോഹ്ലിയോട് BCCI ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സാണ് അത്തരത്തിലുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. അടുത്ത മാസമാണ് ഇംഗ്ലണ്ടിനായിട്ടുള്ള 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ കളിക്കാൻ പോകുന്നത്. നേരത്തെ രോഹിത്തിനെ നായകനാക്കി BCCI ടീം പ്രഖ്യാപനം നടത്തിയിരുന്നാൽ രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ട് കൂടി ടീമിൽ ഒന്നടങ്ക മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥിതിയിലാണ് BCCI. സോ ആ ഒരു സാഹചര്യത്തിലാണ് വിരാട് കോഹ്ലിയുടെ ആ ഒരു വിരമിക്കൽ തീരുമാനവും ഇപ്പോൾ BCCI ഒരു കുഴപ്പത്തിലാക്കിയിട്ടുള്ളത്. ഈ വർഷം ആദ്യം ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലായിരുന്നു ഇരു താരങ്ങളും രോഹിത്തും കോഹ്ലിയും അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മത്സരത്തിൽ കളിച്ചത്. അന്ന് ആ ഒരു ടൂർണമെൻറ്റിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇരു താരങ്ങൾക്ക് സാധിച്ചില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരു സെഞ്ചുറി നേടിയതായിരുന്നു കോഹ്ലിയുടെ ആ ഒരു മികച്ച പ്രകടനം. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക താരങ്ങൾ തന്നെയാണ് കോഹ്ലിയും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും. എന്നാൽ ഇരു താരങ്ങളുടെ ആ ഒരു റിട്ടയർമെൻറ്റ് തീരുമാനം ശരിക്കും BCCI സംബന്ധിച്ച് ഇംഗ്ലണ്ട് സീരീസ് അടുത്ത് വന്നിരിക്കുക ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആദ്യ ടെസ്റ്റിൽ മാത്രമായിരുന്നു അന്ന് ആ ഒരു സീരീസിൽ കോഹ്ലിക്ക് സെഞ്ചുറി നേടാൻ സാധിച്ചതും. ഇതോടെ സീനിയർ താരങ്ങൾക്ക് നേരെ വൻ വിമർശനവും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇരുവരും ടീമിന് ബാധ്യതയാണെന്ന് അടക്കമുള്ള വാർത്തകൾ അല്ലെങ്കിൽ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം വിമർശിച്ച് മുൻ താരങ്ങളും ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീർ അടക്കമുള്ളവർ രംഗത്തും വന്നിട്ടുണ്ട്. 36-കാരനായിട്ടുള്ള വിരാട് കോഹ്ലി ഇന്ത്യക്കായി 123 ടെസ്റ്റുകളിൽ പാടണിഞ്ഞിട്ടുണ്ട്. 46.85 ശരാശരിയിൽ 9230 റൺസാണ് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോഹ്ലിയുടെ ശരാശരിയിൽ അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 37 മത്സരങ്ങൾ 3 സെഞ്ചുറി ഉൾപ്പെടെ 1990 റൺസാണ് നേടിയത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 5 മത്സരങ്ങളിൽ 23.75 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരാശരി. 7 തവണ ഓഫ് സ്റ്റംപിന് പുറത്തെത്തി സമാനമായ രീതിയിലായിരുന്നു താരം പുറത്തായത്. IPL മുന്നോടി ഈ മോശം പ്രകടനത്തിൽ താരം തന്നെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ IPL വളരെ മികച്ച പ്രകടനമായിരുന്നു വിരാട് കോഹ്ലി നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും കോഹ്ലിയുടെ ആ ഒരു വിരമിക്കൽ തീരുമാനത്തെക്കുറിച്ച് BCCI ആ ഒരു ഡിസിഷൻ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ മേക്ക് സ്റ്റുഡിയോ അറിയിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.